ഹോട്ടലിൽ ബിയർ കഴിക്കാൻ സമ്മതിച്ചില്ല. മാനേജരെ ബ്ലേഡ് കൊണ്ടുവരഞ്ഞ് ആക്രമിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംഘം. ഭക്ഷണത്തിനൊപ്പം ബിയർ കുടിക്കാൻ സമ്മതിക്കാത്ത റെസ്റ്റോറന്റ് മാനേജർക്കു നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്നലെ അത്താണി കെൽട്രോണിന് സമീപം അനീഷ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള അൽമിയ റെസ്റ്റോറന്റിലാണ് സംഭവം നടന്നത്. ആദ്യം കടയിൽ ഇതുപോലെ ബീർ കുപ്പിയായിട്ട് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ബീർ കഴിക്കേണ്ട സ്ഥലം ഹോട്ടലാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ബീർ കുപ്പിയായിട്ട് പുറത്തേക്ക് പോയി. പിന്നെ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് പിന്നെ വെളിയിലോട്ട് പോയിട്ട് പിന്നെ വന്നിട്ട് ബീർ കുപ്പിയായിട്ട് വന്നു. പിന്നെ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് പിന്നെയും ബീർ കുപ്പി ഇതുപോലെ ടേബിളിൻ്റെ മുകളിൽ വെച്ച് കഴിക്കണം. അപ്പോൾ ഞാൻ വീണ്ടും പോയിട്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസാണ് ഒരു 5 പേര്. പിന്നെ പോയിട്ട് പിന്നെ ഒരു 5 പേര് കൂടി കൂട്ടിയിട്ട് അവർ വന്നു. ബ്ലേഡും ഇതൊക്കെ ആയിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് പിന്നെ അടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ പിന്നെ അവർ അടിക്കാൻ വന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അവർ ബ്ലേഡ് വെച്ച് പറഞ്ഞു പോയി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 2 ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ബിയറും കൊണ്ട് ആദ്യം റെസ്റ്റോറന്റിൽ വന്ന് ഭക്ഷണം ഓർഡർ ചെയ്തത്. ഇവിടെയിരുന്ന് ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന കർശന താക്കീത് മാനേജർ നൽകിയെങ്കിലും ഇവർ ഭക്ഷണം ഓർഡർ ചെയ്ത് കുറച്ചു സമയം കഴിഞ്ഞ് മേശയ്ക്ക് മുകളിൽ ബിയർ കുപ്പികൾ വെച്ച് തുറന്ന് കഴിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ഇത് കണ്ട മാനേജർ തടയുകയും ഇതിനെ തുടർന്ന് ഇവർ പ്രകോപിതരാവുകയായിരുന്നുവെന്ന് മാനേജർ പറയുന്നു. ഇവരുടെ മൊബൈൽ വാങ്ങി വെച്ചതായും അപ്പോൾ തന്നെ വിഷയം പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയതായും പറയുന്നു. രാത്രി 12 മണിക്ക് ശേഷം 3 പുരുഷന്മാരും ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസാണ്. അവർ വന്നിട്ട് ഫുഡ് ഓർഡർ കൊടുത്തു. അപ്പോൾ അവരതിൽ ബിയറും കുപ്പീൻ്റെ അവിടെ നിന്ന് മറ്റേ ടേബിളിൻ്റെ മുകളിൽ ഞങ്ങൾ പറഞ്ഞു ബിയർ ഇവിടെ കുടിക്കാൻ പറ്റില്ല, അത് ഹോട്ടലാണ്, ബാറല്ല എന്ന് പറഞ്ഞ് വർത്താനുണ്ടായി. പിന്നെ അവരെടുത്ത് മാറ്റി. പിന്നെ ഞങ്ങൾ കൗണ്ടറിൽ നിന്ന് വീണ്ടും പോയപ്പോൾ വീണ്ടും ഒരു ബിയർ എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായിട്ടാണ് പിന്നെ പ്രശ്നം ഉണ്ടായി അവർ ബില്ല് തന്നിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ കൂട്ടുകാരുടെ ടോട്ടൽ ഒരു 4 ആളുടെ പുറമെ 4 ആളുകളെ കൂട്ടിയിട്ട് 8 ആൾ വന്ന് 2:10 വന്നിട്ട് കൗണ്ടറിൽ സതീഷ് എന്ന് പറഞ്ഞ വ്യക്തി മാനേജർ മാത്രമേ ഉണ്ടാവുന്നു. മാനേജറെ ക്രൂരമായി മർദ്ദിക്കുകയും ബ്ലേഡ് കൊണ്ട് കൈ കയറുകയും ചെയ്തു. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി പ്ലാസ്റ്റർ കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നാൽ സംഭവം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം 8ഓളം പേരുമായി ഹോട്ടലിലെത്തിയ ഇവർ മാനേജർ തലശ്ശേരി സ്വദേശി സതീഷിനെ മൂർച്ചയുള്ള ബ്ലേഡ് പോലെ ഏതോ ഉപകരണം കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ആക്രമണത്തിൽ ഇയാളുടെ വലതു കൈയിൽ മുറിവേൽക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഹോട്ടലുകളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അത് തികച്ചും അപലപനീയമാണ്. അപ്പോൾ നല്ല രീതിയിലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. ഹോട്ടൽ ജീവനക്കാർക്ക് ഭയവും മറ്റു പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ട് ഹോട്ടലിൽ പണിയെടുക്കാൻ തന്നെ ആൾക്കാരെ കിട്ടുന്നില്ല. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരണം. ഇത്തരത്തിൽ അഴിഞ്ഞാടുന്ന ക്രിമിനലുകൾ ഹോട്ടലിൽ ഉണ്ടാകുന്ന പ്രശ്നക്കാർക്ക് അവർക്ക് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെ കൊടുക്കണം. ശക്തമായിട്ടുള്ള ശിക്ഷ തന്നെ അവർ നേരിടണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പോലീസുമായും മറ്റും ബന്ധപ്പെട്ട എല്ലാ അധികാരികളും ഇതിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ജോലിക്കായി പഠിക്കൂ മിനർവയിലൂടെ. SSLC+2 കഴിഞ്ഞവർക്കായി സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് രംഗത്ത് അസിസ്റ്റന്റ്, കൂടാതെ ജോലി സാധ്യത ഏറെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്ട്രുമെന്റേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ്, പ്രീ പ്രൈമറി TTC. ഡിഗ്രി കഴിഞ്ഞവർക്കായി മികച്ച ജോലി സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സും. മിനർവ അക്കാഡമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് തൃശൂർ, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. വിളിക്കൂ 9895841933. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.